നമസ്കാരം. കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്താണ്? ഒരുപക്ഷെ സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കും അല്ലേ? എന്നാൽ ഈ നാട് ഒരു കാലത്ത് വാളുകളുടെയും പോരാട്ടങ്ങളുടെയും കൂടെ നാടായിരുന്നു. അപ്പോ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ട ഈ ദേശം എങ്ങനെയാണ് പടയോട്ടങ്ങളുടെ ഒരു രാജ്യമായി മാറിയത്? നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. ലോകഭൂപടത്തിലെ നോക്കിയാൽ വളരെ ചെറിയൊരു സ്ഥലമാണ് കേരളം. പക്ഷേ ഈ കൊച്ചു ഭൂപ്രദേശം ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാത്തൊരു പ്രത്യേകതരം സമൂഹം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത്? ശരി, നമുക്കീ കഥയുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിൽ നിന്നാണ്. നമ്മൾ വെറും കെട്ടുകഥകളല്ല പറയാൻ പോകുന്നത്, മറിച്ച് ഈ നാടിന്റെ ചരിത്രത്തിന് എത്രമാത്രം ആഴമുണ്ടെന്ന് കാണിച്ചു തരുന്ന, ശരിക്കും കല്ലുകളിൽ കൊത്തിവെച്ച തെളിവുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് വയനാട്ടിലെ എടക്കൽ ഗുഹകൾ. നിങ്ങൾക്കറിയാമോ, എടക്കൽ ഗുഹകൾ ശരിക്ക് ഗുഹകളല്ല, മറിച്ച് രണ്ട് വലിയ പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഭീമൻ പാറയുണ്ടാക്കിയ ഒരു സ്വാഭാവിക ഇടമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം അതിനകത്തെ കൊത്തുപണികളാണ്. ആയിരക്കണക്കിന് വർഷം മുൻപ്, ചരിത്രാതീത കാലത്ത് പശ്ചിമഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേറെയില്ല. ഇനി നമ്മൾ വരുന്നത് ഇരുമ്പുയുഗത്തിലേക്കാണ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ കാലത്തെ ശവസംസ്കാര രീതികളാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കൽമേശകൾ, നന്നങ്ങാടികൾ, കുടക്കല്ലുകൾ, തുപ്പിക്കല്ലുകൾ, അങ്ങനെ പലതരം വലിയ കൽസ്മാരകങ്ങളാണ്. വെറും കല്ലുകൾ മാത്രമല്ല, ഇതിനകത്തു നിന്ന് മൺപാത്രങ്ങളും ഇരുമ്പിന്റെ ആയുധങ്ങളുമൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോ എന്താ ഇതിന്റെ അർത്ഥം? ഏകദേശം 2500 വർഷം മുൻപ് ഇവിടെ മനുഷ്യർ വെറുതെ ജീവിക്കായിരുന്നില്ല, മറിച്ച് സാങ്കേതികമായൊക്കെ മുന്നോട്ടു പോയ ഒരു സമൂഹം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ സമൂഹത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ രസകരമായൊരു ആശയമാണ് ഈ തിണസങ്കല്പം. ഇതൊരു മാപ്പ് വിഭജനം പോലെ ഒന്നല്ല, അതിലും ആഴത്തിലുള്ള ഒന്നാണ്. അതായത് ഭൂപ്രകൃതി അനുസരിച്ച് ജീവിതം എങ്ങനെ മാറുന്നു എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. മലംപ്രദേശമായ കുറിഞ്ഞി, തീരദേശമായ നെയ്തൽ, ഇങ്ങനെ ഓരോ തിണയിലുമുള്ള ആളുകളുടെ ജീവിതരീതി, അവരുടെ ജോലി, എന്തിന് ആരാധനാ രീതികൾ പോലും അവിടുത്തെ പ്രകൃതിയുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി തന്നെയായിരുന്നു അവരുടെ ജീവിതം രൂപപ്പെടുത്തിയത്. ശരി, അപ്പോ പുരാതന കാലത്തുനിന്ന് നമുക്ക് പതിയെ കേരളം ലോകഭൂപടത്തിൽ ഒരു പ്രധാനിയായി മാറിയ കാലത്തേക്ക് വരാം. ഇനിയാണ് കഥ ശരിക്കും മാറുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളും അത് തേടിയെത്തിയ കപ്പലുകളും കടൽ വഴിയുള്ള വ്യാപാരം ഈ നാടിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയ ആ കാലഘട്ടത്തിലേക്ക്. ഈ ആഗോള വ്യാപാരത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു ഒരൊറ്റ സ്ഥലമായിരുന്നു, മുസിരിസ്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തായിരുന്നു ഈ തുറമുഖം. റോമൻ ചരിത്രകാരന്മാർ പോലും ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യാപാര കേന്ദ്രം എന്നായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കപ്പലുകൾ വന്ന് നങ്കൂരമിട്ടിരുന്ന ഒരു മെഗാപോർട്ട്. ഇവിടെ നിന്നാണ് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, ലോകം മുഴുവൻ സഞ്ചരിച്ചത്. അപ്പോ ഈ കുരുമുളകിന്റെ വില എന്തായിരുന്നെന്നറിയോ? റോമാക്കാര് ഇതിനെ വെറുതെ ഒരു സുഗന്ധവ്യഞ്ജനമായിട്ടല്ല കണ്ടത്. അവരിതിനെ വിളിച്ചത് കറുത്ത പൊന്ന് എന്നായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയുണ്ടായിരുന്നു അന്ന് കുരുമുളകിന്. ഈ ഒരൊറ്റ സാധനമാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ അക്കാലത്ത് താങ്ങി നിർത്തിയതെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല. പക്ഷേ ആലോചിക്കണം, ഈ കാലം എന്ന് പറയുന്നത് കച്ചവടവും പണവും മാത്രമായിരുന്നില്ല. അന്നത്തെ ജീവിതത്തിന് വേറെയും ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു. അതാണ് നമുക്ക് സംഘസാഹിത്യത്തിൽ കാണാൻ കഴിയുന്നത്. പ്രധാനമായും 2 തരം കൃതികളുണ്ട്: അകം ആൻഡ് പുറം. അകലാനൂറ് പോലെയുള്ള അകം കൃതികൾ സംസാരിക്കുന്നത് പ്രണയം, കുടുംബം, വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ പുറനാനൂറ് പോലെയുള്ള പുറം കൃതികളോ, അത് യുദ്ധം, വീരത്വം, രാഷ്ട്രീയം എന്നിവയെക്കുറിച്ചാണ്. അതായത് പ്രണയവും യുദ്ധവും വീടും നാടും, ഈ രണ്ടും ചേർന്നതായിരുന്നു അന്നത്തെ ജീവിതം. അപ്പോ ഒരു കേന്ദ്രീകൃത ഭരണത്തിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് മാറിമറിഞ്ഞത്? ഒരു വലിയ സാമ്രാജ്യം എങ്ങനെയാണ് ചെറിയ ചെറിയ രാജ്യങ്ങളായി, എപ്പോഴും പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളായി മാറിയത്? ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. ഇവിടെ സംഭവിച്ചതിതാണ്. ഏകദേശം 12ാം നൂറ്റാണ്ട് വരെ മഹോദയപുരം കേന്ദ്രമാക്കി ഒരു വലിയ ചേര സാമ്രാജ്യം കേരളം ഭരിച്ചിരുന്നു. എന്നാൽ ആ ഭരണം തകർന്നു. അതോടെ എന്തുപറ്റി? ആ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന ചെറിയ നാടുവാഴികൾ, അതായത് പ്രാദേശിക ഗവർണർമാർ, അവരവരുടെ പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് വേണാടും കോഴിക്കോടും കൊച്ചിയുമൊക്കെ സ്വരൂപങ്ങൾ എന്ന പേരിൽ പുതിയ രാജ്യങ്ങളായിട്ട് ഉയർന്നുവന്നത്.
പിന്നെ കേരളം എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യമല്ല, മറിച്ച് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരുപാട് ചെറിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടമായി മാറി. ഈയൊരവസ്ഥയാണ് പിന്നീട് നൂറ്റാണ്ടുകളോളം കേരളത്തിൽ നിലനിന്നത്. ഇനി നമുക്ക് അന്നത്തെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നോക്കാം. മധ്യകാല കേരളത്തിലെ സമൂഹം എങ്ങനെയായിരുന്നു, അതിന്റെ ഘടന എന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണ് അന്നെല്ലാം തീരുമാനിച്ചിരുന്നത്. ഒന്ന് ഭൂമി, രണ്ട് ജാതി. ഈ രണ്ടും ചേർന്നാണ് അന്നത്തെ അധികാരഘടന ഉണ്ടാക്കിയത്. ഈ അധികാരത്തിന്റെ എല്ലാം അടിത്തറ ജന്മം എന്നൊരു സങ്കല്പമായിരുന്നു. എന്താണ് ഈ ജന്മം? വളരെ ലളിതമായി പറഞ്ഞാൽ ഭൂമിയിന്മേലുള്ള ഒരുതരം സമ്പൂർണ്ണ അവകാശമാണ്. തലമുറകളായി കൈമാറി വരുന്ന നികുതി പോലും കൊടുക്കേണ്ടാത്തൊരവകാശം. ഈ അവകാശം ആരുടെ കയ്യിലായിരുന്നു? പ്രധാനമായും നമ്പൂതിരി ബ്രാഹ്മണ കുടുംബങ്ങളുടെയും വലിയ ക്ഷേത്രങ്ങളുടെയും കയ്യിൽ. അതായത് ഭൂമിയുള്ളവൻ, അവനായിരുന്നു അന്നത്തെ അധികാരകേന്ദ്രം. ഈ അധികാരശ്രേണി നോക്കിയാൽ നമുക്കിത് വ്യക്തമാകും. ഏറ്റവും മുകളിൽ ജന്മി, അതായത് ഭൂമിയുടെ സമ്പൂർണ്ണ ഉടമ. അവർക്ക് താഴെ വരുന്നത് കാണംദാർ. ഇവർ ജന്മിക്ക് ഒരു തുക കൊടുത്ത് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. ഇനി ഏറ്റവും താഴെത്തട്ടിലോ അടിയാളർ. അവരെ ഭൂമിയുമായി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ജന്മി ഭൂമി വിറ്റാൽ ആ ഭൂമിയിലെ അടിയാളരും പുതിയ ഉടമയുടെ സ്വത്തായി മാറും. അങ്ങനെയൊരു വ്യവസ്ഥയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഈ ഭൂമി സമ്പ്രദായം സ്വാഭാവികമായും വളരെ കർക്കശമായൊരു ജാതി വ്യവസ്ഥയ്ക്ക് കാരണമായി. ഏറ്റവും മുകളിൽ ഉടമകളായ നമ്പൂതിരി ബ്രാഹ്മണർ. അവർ സാമൂഹിക നിയമങ്ങളെല്ലാം തീരുമാനിച്ചു. അവർക്ക് താഴേക്ക് ഓരോ ജാതിക്കും ഓരോ സ്ഥാനവും തൊഴിലും. ഒരു പിരമിഡ് പോലെയായിരുന്നു അന്നത്തെ സമൂഹം. ഈ ഒരു ഘടന നൂറ്റാണ്ടുകളോളം ഒരു മാറ്റവുമില്ലാതെ കേരളത്തിൽ നിലനിന്നു. അപ്പോ ഈ ഫ്യൂഡൽ ലോകത്ത് ആരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ? ശരി, ഇനി നമുക്കവരെ പരിചയപ്പെടാം. ആരൊക്കെയാണെന്നല്ലേ? യോദ്ധാക്കൾ, കച്ചവടക്കാർ, പിന്നെ തീരാത്ത അധികാരമോഹവുമായി നടന്ന രാജാക്കന്മാർ. ഓരോ 12 വർഷം കൂടുമ്പോഴും. എന്താണ് ഈ 12 വർഷത്തിന്റെ പ്രത്യേകത? ഈയൊരു സംഖ്യ നമ്മളെ കൊണ്ടുപോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായതും അതേസമയം ഏറ്റവും രക്തരൂക്ഷിതവുമായ ഒരൊറ്റ സംഭവത്തിലേക്കാണ്. ആ സംഭവമാണ് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന ഒരു ഗംഭീരമേള. സത്യത്തിൽ തുടക്കത്തിലൊക്കെ ഇതൊരു വലിയ വ്യാപാരമേളയും രാജാക്കന്മാരൊക്കെ ഒത്തുകൂടുന്ന ഒരു രാഷ്ട്രീയ സമ്മേളനവുമൊക്കെയായിരുന്നു. പക്ഷേ എപ്പോഴാണോ കോഴിക്കോട്ടെ സാമൂതിരി ഇതിന്റെ അധികാരം പിടിച്ചെടുത്തത്, അപ്പം മുതൽ മാമാങ്കത്തിന്റെ സ്വഭാവം ആകെ മാറി. അതൊരു ആഘോഷമല്ലാതായി. പകരം അധികാരവും പ്രതികാരവും തീർക്കുന്ന ഒരു വേദിയായി മാറി. മാമാങ്കത്തെ ഇത്രയും ഭീകരമാക്കിയതാരാണെന്നറിയോ? ചാവേറുകൾ. സാമൂതിരിയോട് പകയുള്ള മറ്റു രാജാക്കന്മാരയക്കുന്ന ചാവേർ പടയാളികൾ. ഇവരുടെ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: സാമൂതിരിയെ വധിക്കുക. അതിനുവേണ്ടി മരിക്കാനും അവർ തയ്യാറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുതരം സൂയിസൈഡ് സ്ക്വാഡ്. ഈയൊരു ആചാരം മാത്രം മതി അക്കാലത്തെ രാഷ്ട്രീയ ശത്രുത എത്രത്തോളം വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ. ഈ ചിതറിക്കിടന്ന പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിയെഴുതിയ ഒരാളുണ്ട്, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ. 18-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്ന്, പഴയ നാട്ടുപടയെ ഒഴിവാക്കി യൂറോപ്യൻ രീതിയിൽ ട്രെയിനിംഗ് കൊടുത്ത ഒരു സ്ഥിരം ആർമിയുണ്ടാക്കി. 2, നാടുവാഴികളുടെയും ജന്മിമാരുടെയും അധികാരമില്ലാതാക്കി എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചു. 3, കുരുമുളക് വ്യാപാരം പോലുള്ള പണം വരുന്ന ഏർപ്പാടുകളെല്ലാം ഗവൺമെന്റിന്റെ കുത്തകയാക്കി മാറ്റി. 4, ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന നിലയിൽ തൃപ്പടിദാനം നടത്തി. രാജ്യം മുഴുവൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഇതോടെ അദ്ദേഹത്തിന്റെ ഭരണം ചോദ്യം ചെയ്യാനാവാത്ത ഒന്നായി. അങ്ങനെയാണ് ഒരു നാട്ടുരാജ്യം ആധുനിക സ്റ്റേറ്റിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഈ കഥകളൊക്കെ ചരിത്രകാരന്മാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വെറുതെ ഊഹിച്ചു പറയുന്നതാണോ? അല്ല, ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. നമുക്ക് ആ തെളിവുകളിലേക്കൊന്ന് നോക്കാം. ഇതിനെ ഒരു ഡിറ്റക്റ്റീവ് വർക്ക് പോലെ കാണാം. ചരിത്രകാരന്റെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ആർക്കിയോളജി, അതായത് മണ്ണ് മാന്തിയെടുക്കുന്ന തെളിവുകൾ. റോമൻ നാണയങ്ങൾ, പഴയ തുറമുഖങ്ങളുടെ അവശിഷ്ടങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട മഹാശിലാസ്മാരകങ്ങളൊക്കെ ഇതിൽപ്പെടും. രണ്ടാമത്തത് ലിഖിതങ്ങൾ, കല്ലിലും ചെമ്പ് തകിടിലുമൊക്കെ കുത്തിവെച്ച പഴയകാലത്തെ ഔദ്യോഗിക രേഖകൾ. മൂന്നാമത്തത് താളിയോലകളിൽ എഴുതിവെച്ച ഗ്രന്ഥവരികൾ, രാജകുടുംബങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ സൂക്ഷിച്ചുവെച്ച അന്നത്തെ ഡയറി കുറിപ്പുകൾ പോലെ. ഈ മൂന്നും ഒരു പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ചേർത്തുവെച്ചാണ് ചരിത്രകാരന്മാർ നമുക്കീ ചിത്രം വരച്ചു തരുന്നത്. അപ്പോ ഇതെല്ലാം പഴയ കഥകളാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. കാരണം
നമ്മൾ ഇന്ന് കണ്ട ഈ പുരാതന രാജ്യങ്ങളുടെ ഓർമ്മകൾ, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകൾ, ആ യോദ്ധാക്കളുടെ പാരമ്പര്യം, ഇതിന്റെയൊക്കെ പ്രതിധ്വനികൾ ഒരുപക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെയോ ഉണ്ടാകാം, അല്ലേ? ഇന്നത്തെ കേരളത്തിന്റെ സ്വത്വത്തെ രൂപപ്പെടുത്തിയതിൽ ഈ ചരിത്രത്തിന് എത്രത്തോളം പങ്കുണ്ട്? ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.